ട്രെയിൻ നേരെ വരെ നേരെ വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അവസ്ഥയാടാ പറഞ്ഞ കാര്യം എത്രത്തോളായാലും ഇപ്പൊ നാളെ രാവിലെ പോയിട്ട് പണിയില്ലേ? പോയാൾ പണിയില്ലേ? രണ്ട് കാര്യത്തേക്ക് ഉറങ്ങണ്ട അത്ര തന്നെ. വേറെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെന്താ ചോദിക്ക എന്താ എന്താ ചെയ്യുന്നത്? വലിയ ഒരു 100 കൂട്ടിട്ട് കൂട്ടാൻ പറ്റുന്ന സാധനങ്ങളാണ് തോന്നുന്നു. അങ്ങനെ അയാൾ അങ്ങനെ കാണിച്ചു പറയുന്നത്. അവന്മാരിങ്ങനെ തയ്യലിങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെല്ലാം എന്തെല്ലോ ആക്കുന്നുണ്ട്. അവസാനം നമുക്ക് നമ്മളെന്താ അവരെ അയാളെ കൊല്ലാൻ നോക്കിയെന്ന് ചെയ്തൊക്കെ പറഞ്ഞു. 2026 ഫസ്റ്റ് വേൾഡ്. പാട്ടം വെക്കടാ, റീലാണ് അതിൻ്റെ ഇടയിൽ. സമയം ട്രെയിൻ പോയി ട്രെയിൻ പോയി. അപ്പൊ ഗുഡ് ബൈ. ശരി, ഇതാൻ കേറിപ്പോയാലോ? കാണാം. സീറ്റ് ഉണ്ടല്ലോ അല്ലേ? ട്രെയിൻ ഒരൊറ്റ നമ്മൾ ട്രെയിനിലിത് നമ്മൾ ട്രെയിൻ പോയിട്ടില്ലടാ. ട്രെയിൻ പോയിട്ടില്ലേ? നമ്മൾ ട്രെയിൻ പോയിട്ടില്ല. ട്രെയിൻ പോയിട്ടില്ല. അവൻ ഇല്ലടാ, നിർത്തി ട്രെയിനാടാ. അത് വേറെ ട്രെയിനാ. അവിടെ ചായ കുടിക്കാടാ, ചായ കുടിക്കാ. കടണ്ട് വാ, മതി മതി തിന്നാലോ. വാടാ അമ്മോ, ചായ കിട്ടോ? ചായ ഉണ്ട് വാ. എല്ലാടും ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നമ്മളുള്ളത്. എനിക്ക് ചായ കുടിക്കാന്ന് പറയുന്നത്. ചായ ഓർത്തോട് കൊണ്ടുവരാൻ പറയാം. അവിടെ ഇഷ്യൂ എക്സ്പ്ലെയിൻ അറിയുന്ന ഇഷ്യൂ എക്സ്പ്ലെയിൻ ഇഷ്യൂ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് 11 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത്. എന്താ സംഭവം എന്ന് വെച്ചാല്, കുറ്റിപ്പുറത്ത് നമ്മളൊരു ഇതിന്റെ ഭാഗമായിട്ട് എന്താ നമ്മൾ പറയുന്നത്, നമ്മൾ 3-4 ദിവസമായിട്ട് അവിടെയാണ്. അപ്പൊ ഇന്ന് തിരിച്ച് നമ്മൾ കൊച്ചിയിലേക്ക് പോവാം. അപ്പൊ കൊച്ചിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് എത്ര 11:45 അങ്ങനെ ഒന്നാണ് ട്രെയിൻ ടൈം വരുന്നത്. ഇപ്പൊ ട്രെയിൻ കയറി പിന്നെ നമ്മള് ജനറൽ നോർമൽ ടിക്കറ്റ് എടുത്തത് പെട്ടെന്ന് നമ്മൾ നോർമൽ ടിക്കറ്റ് എടുത്ത് അവസാനം ബോഗിയിലേക്ക് പോവാം. നമ്മൾ ബോഗിയിലേക്ക് പോകുമ്പോൾ ട്രെയിൻ ഓൾറെഡി ഓണായി മൂവ് ചെയ്ത് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോ പോലീസുകാരുണ്ട്, അപ്പൊ ട്രെയിൻ തന്നെ പോലീസുണ്ട്. അപ്പൊ പോലീസുകാരൻ പറഞ്ഞ മോനെ ഒരു കാര്യം ചെയ്യും, പിന്നെ എന്താക്കി ഇവിടെ, അതായത് നമ്മള് സ്ലീപ്പറിന്റെ അടുത്താണുള്ളത്, മറ്റേ ജനറൽ കോപ്പിലേക്ക് കുറെ പോവാണ്ട് മോനെ ഇവിടെ കയറിക്കുന്ന ടി.ടി.ആർ കണ്ടിട്ട് ജനറൽ ടിക്കറ്റ് കൺവേർട്ട് ചെയ്ത്. നമ്മൾ പറഞ്ഞു സുഖം, നമുക്കത് സുഖം, അതാകുമ്പോൾ നമുക്ക് എന്താ പറയുക സ്ലീപ്പറായിട്ട് പോകണം, കിടന്നിട്ട് പോകാം. നമ്മൾ നോർമൽ ടിക്കറ്റ് കൊണ്ട് ടി.ടി.ആർ അടുത്ത് പോയി. ടി.ടി.ആർ അടുത്ത് പോകുമ്പോൾ ഇയാൾ കാണുമ്പോൾ തന്നെ പറയുന്ന കാര്യം എന്താ അറിയോ, ഇതൊക്കെ തൊമ്മാടികൾ നിങ്ങൾ പോലത്തെ, നമ്മളെന്താ മുടി കണ്ടിട്ട് അങ്ങനെ പറയുന്നത്, ഇന്ന് തൊമ്മാടികളെ പോലത്തെ ആൾക്കാർ നിങ്ങൾ ട്രെയിനിൽ കയറുന്നത് പോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് നോക്കി ഞാൻ പറഞ്ഞു സാറേ നോർമൽ ടിക്കറ്റ് ആണ്, നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണത്. നോർമലി സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടി, അതായത് എന്താ പറയുക, ഈ നോർമൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിലേക്കോ ഏതിലോ വേണ്ട കൺവേർട്ട് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇയാൾ അപ്പാട് പോടാ, എന്തെങ്കിലും ഡ്രഗ്സ് അടിച്ചു, നിങ്ങൾ എന്താ എന്തെങ്കിലും അടിച്ചു, അങ്ങനെ വെച്ചിട്ട് ഇയാൾ ചൂടായി. ഫസ്റ്റ് ഞാൻ മാത്രമേ ഞാൻ പിന്നെ പോയി. ഞാൻ പോയിട്ട് ആദ്യം മമ്മോട് പറഞ്ഞാ അവര് ഒരു പോക്കി വെഹിക്കലുണ്ടായി, നടന്ന് വരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പിന്നെ എടാ അവരിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ എല്ലാം നമുക്ക് പോയി ചോദിച്ചോക്കാം. എന്നിട്ട് അങ്ങനെ ചോദിക്കാൻ പോയി. അപ്പൊ മുമ്പിൽ ആദ്യം നടന്നുകൊടുക്കുന്നുണ്ട്, ആദ്യം മുമ്പ് പോന്ന് ഞാനും മമ്മും ബേക്കിലുണ്ട്. ഇയാളെ കണ്ടോടെ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞത് ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്താക്കി ആദ്യം അടിക്കാൻ നോക്കി. അപ്പൊ പറഞ്ഞു സാറേ ഓനെ അടിക്കരുത് മൈനറാ. ഞാൻ പെട്ടെന്ന് എന്റെ 13 പ്രോ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഓൺ ആക്കി. അപ്പൊ ഓനെ അടിക്കരുത് മൈനറാ, 17 വയസ്സുള്ളൂ. എന്ത് മൈനറും കുറച്ച് തെറി വിളിച്ച് എന്തായി കഴിഞ്ഞാൽ എനിക്ക് എന്താടാ ഇറങ്ങി പോടാ ട്രെയിനിന്, ഇങ്ങോട്ടൊക്കെ ആരാടി ട്രെയിനിൽ കയറാൻ പറഞ്ഞു. ട്രെയിൻ അപ്പുറത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞ് വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ട്രെയിൻ ഇറങ്ങാൻ പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ വാതിലുണ്ടാവില്ല, പുറത്തുനിന്ന വാതിൽ, അതിന്റെ അങ്ങോട്ടേക്ക് ഇവന്റെ കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ നോക്കി. നമ്മുടെ സാറേ നടക്കില്ല. ഞാൻ അപ്പം തന്നെ വീഡിയോ ആക്കി. അപ്പൊ അയാൾ ഫോൺ പിടിച്ച് ഞാൻ ഫോൺ തിരിച്ചു വാങ്ങി. സാറേ ഒരിക്കലും പറ്റില്ല, സേഫ്റ്റി കൊണ്ട് നമ്മൾ വീഡിയോ എടുക്കണം പറഞ്ഞ് ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ പറഞ്ഞു സാറേ നമ്മൾ പോലീസുകാർ പറഞ്ഞിട്ട് ഏത് പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോലീസുകാരൊക്കെ വിളിക്കാൻ പോയി. എന്നിട്ട് അയാൾ വിളിക്കാണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നു. നമ്മൾ ഒരു സാറ് പറഞ്ഞ സാറേ ഒന്നെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ മാറിക്കോളൂ, സാർ ഇത് കൺവേർട്ട് ആയി തന്നെ, ഇനി ഇത് കൺവേർട്ട് ആക്കിത്താ അവർ മനസ്സിലെന്ന് പറഞ്ഞു. എന്നിട്ട് കുറെ ഇവനെ തെറി വിളിച്ചു. നമ്മൾ സാറേ ഒരിക്കലും വിളിക്കാൻ പാടില്ല, മോശം പറഞ്ഞു. എന്നിട്ട് അയാൾ പോലീസിനെ വിളിച്ചുകൊണ്ടെന്ന് പോലീസ് സംസാരിച്ച സമയത്ത് 13 പ്രോ മേടിച്ച് നമ്മൾ തിരിച്ചു മേടിച്ചു. ഇവന്റെ ആധാർ കാർഡ് മേടിച്ച് നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എന്നിട്ട് ആദ്യം മേടിച്ചില്ല. ടിക്കറ്റ് മേടിച്ച് കുത്തി വരഞ്ഞ് ടിക്കറ്റ് തന്നില്ല. ടിക്കറ്റ് തരാതിരുന്നപ്പോൾ ഞാൻ ആദ്യം അടുത്ത് മമ്മോട് പോയി പറഞ്ഞാ അയാൾ ഇങ്ങനെ ടിക്കറ്റ് മേടിച്ചു തരുന്നില്ല, അപ്പൊ അത് മേടിക്കാൻ വേണ്ടി പോകണമെന്നിട്ട് നമ്മൾ രണ്ടാളും പോയപ്പാണ് ഈ പ്രശ്നം മൊത്തം ഉണ്ടാകുന്നത്. അതിനോട് ചൂടായതും മൈനറാന്ന് പറഞ്ഞിട്ട് പോലും ഇവനെ പിടിച്ച് അടിക്കാൻ നോക്കിയത്. ഇതാണ് റെഡിക്ക് സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ. പിന്നെ ഒരു കാര്യം അങ്ങോട്ട് വന്ന അതിനല്ല, ഞാൻ ഇപ്പൊ സ്റ്റേഷനിലുള്ളിൽ പോവാണ്. ഉള്ളിൽ പോയിട്ട് ഞാൻ ചോദിക്കുക, അതായത് ഇത് പിന്നെ
ഓൾറെഡി ഉള്ളില് മറ്റേ TTR എന്തൊക്കെയോ കേസ് ഇതൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് ചോദിച്ചു നോക്കട്ടെ, ഇപ്പൊ എനിക്കിപ്പോ കേസ് എഴുതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരാൾക്ക് കേസ് എഴുതാണെന്ന് പരാതി കൊടുക്കണമെന്നുണ്ട്, അപ്പം തന്നെ ഡയറക്റ്റ് പോയിട്ട് കൊടുക്കാൻ പറ്റും. എന്തായാലും പോയി കൊടുക്കണം. നീ ഇവിടെ അങ്ങോട്ട് എന്തായാലും ക്യാമറ ചായ കുടിക്കാൻ പറ്റൂല ഇപ്പൊ? ചായ ഇല്ല, പോയിക്കോ. അമ്മ നീ ഫോൺ ചായ കുടിച്ചു വരാം, കുടിക്ക്. ചായടോ വെറുതെ കിടക്കാൻ പറ്റോ? പറ്റൂല, ആ ഓർത്ത് പറഞ്ഞാ തരാം. പറ്റില്ല ആ കേസ് വരാനാ. ഷോപ്പായിട്ട് പറഞ്ഞാൽ നമ്മ പോണ്ട. ഉപ്പാറ് കൊണ്ടുത്തരും. എഴുതി കൊടുക്കണ്ടേ? ആണോ? അത് വക്കീൽ പറഞ്ഞോ? ഇതാ ഒന്നുമില്ല. ഈ കാര്യം നോർമലി നമ്മൾ കൊടുക്കണ്ടാവും. അപ്പൊ നമ്മൾ നടന്ന സംഭവങ്ങൾ തന്നെ. ഇതിന് പുറമെ അയാൾ നിന്ന് സേവ് ചെയ്യില്ല മുക്തവും, അതും കൂടി ഇതിന്റെ ഇപ്പൊ ആഡ് ചെയ്തിട്ട് കൊടുക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞത്. ഷമീറൊക്കെ ഷമീർ നേരത്തെ ആരോ ഇതാക്കി. പോട്ടെ, ഒപ്പം വന്നോ? ചായ കുടിക്കാൻ പോട്ടെ. ഒന്ന് അപ്പുറത്തേ പോണ്ട്, രണ്ടാള് പോട്ടെ. ഞാനും ഓനും പോയിട്ടെ.